AG പറഞ്ഞാലും ഏറ്റെടുക്കില്ലേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ JR പത്മകുമാർ, AGയുടെ നിയമോപദേശം തേടിയത് ഈ കാര്യത്തിൽ വിജിലൻസിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ വ്യക്തമാക്കുന്നതല്ലേ? പിന്നെ അതിന്മേൽ നടപടി ഉണ്ടാകാതിരിക്കുന്നു എന്നതിൽ ദുരുദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാലും ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വിജിലൻസ് കോടതിയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ വിഷയത്തിൽ ത്വരിതാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ അടുത്ത ദിവസം ഈ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വന്ന സമയത്ത് എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ വിജിലൻസ് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാ രേഖകളും കയ്യിലില്ല, കിട്ടിയിട്ടില്ല എന്നാണ്. അതേസമയം ഞാൻ മനസ്സിലാക്കി, ഞാനന്ന് ആ കോടതിയിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് ഈ വാദിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഞങ്ങൾ വേണമെങ്കിൽ രേഖകൾ തരാം എന്നാണ്. ഇപ്പോൾ വാദിയുടെ അഭിഭാഷകൻ അന്ന് കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ വേണമെങ്കിൽ രേഖയുടെ കോപ്പി തരാം. ഇപ്പോൾ ലോകായുക്തയുടെ ഒരു അന്വേഷണത്തിൽ ഞാൻ പറയാതെ ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ ലോകായുക്തയുടെ അന്വേഷണം നടക്കുമ്പോൾ ഇവിടെ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് തന്നെ ഈ കേസ് വളരെ ചവിട്ടിപ്പിടിച്ച് ഇത് തേച്ചു മാച്ച് കളയുന്നതിനൊരു ശ്രമമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് കോടതി ചോദിച്ചു FIR എടുത്തില്ല? അതിനുപരി കാര്യം, ആരാണ് പറഞ്ഞത് ലോകായുക്തയിലെ രേഖകൾ തരാമെന്ന്? ആ കോടതിയിൽ അഭിഭാഷകൻ അന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയുടെ രേഖ വെരിഫൈ അഭിഭാഷകനാണോ? അത് ഞാൻ പറയാം. അതിനെ സംബന്ധിച്ച് ഒരു അഭിഭാഷകൻ, ഈ കോടതിയിൽ അപ്പിയർ ചെയ്ത അഭിഭാഷകൻ അന്ന് രേഖ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആ കോടതിയിൽ നിന്ന് കേട്ട കാര്യമാണ്. ശരി. അപ്പോൾ അതനുസരിച്ച് ഈ രേഖ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവാസ്തവമാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊരു കാര്യം, FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് കോടതി ചോദിച്ച സമയത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ ലളിതാകുമാരി കേസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വിക്ക് വെരിഫിക്കേഷൻ എന്തിനാ. ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ആവശ്യം പ്രഥമ ദൃഷ്ട്യാ പ്രതിക്കെതിരായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് മെറ്റീരിയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ്. ഈ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. ലോകായുക്തയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് 2014 ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി. ഇതിൽ കഴമ്പുണ്ട്, ഇത് മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ലോകായുക്ത കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അന്ന് റിപ്പോർട്ട് കൊടുത്ത ഒരാൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇത് നടത്തി പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്ത ഒരാൾ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ പുതിയ മെറ്റീരിയൽസിന് പോകുന്നത് എന്തിനാ? അപ്പോൾ അതിൽ നിന്ന് എൻ്റെ വളരെ വ്യക്തമാണ്, ഈ കേസിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കേസ് മാത്രമല്ല, നിരവധി കേസുകൾ പരിശോധിച്ച് നോക്കാം. ഈ 2 UDF-ഉം LDF നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള കേസുകളെല്ലാം മെല്ലെ മെല്ലെ ചവിട്ടി അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് A റഹീം, 28/6/2016 ജേക്കബ് തോമസ് AGയുടെ ഉപദേശം തേടുകയാണ് 6 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്. ഇതാണ് ആ 6 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കത്ത്. അതിന് തുടർന്ന് AG 5 ഓഗസ്റ്റ് 2016 നൽകുന്ന നിയമോപദേശം ഈ കാണുന്നതുമാണ്. 12 പേജുള്ള ഈ നിയമോപദേശവും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായി വിജിലൻസിന് മുന്നോട്ട് പോകാൻ തടസ്സങ്ങളില്ല എന്നാണ്. ലോകായുക്തയിലെ നടപടികൾ ഒരു തടസ്സവുമല്ല എന്നാണ് ഇതിൻ്റെ സാരാംശം. ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ വിജിലൻസ് പിന്നീട് തുടർ നടപടികളിലേക്ക് പോകണം. എന്ന് വെച്ചാൽ ഈ ലളിതകുമാരി കേസ് പറയുന്നത് പോലെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോകണം, ക്വിക്ക് വെരിഫിക്കേഷനിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ നവംബറോടെ അത് പൂർത്തിയാകേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ കോടതി കൂടിയ സന്ദർഭത്തിൽ മാത്രമാണ് ഈ ത്വരിതാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. അതിനോടകം ഒരു കാര്യവും സംഭവിച്ചിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് തന്നെ വിവരാവകാശ പ്രകാരം ഒരു ചോദ്യം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി ഇതാ ഇങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അത് ചോദിച്ച് അയാൾ നൽകേണ്ടിയും വന്നു. അതിനുശേഷമാണ് കോടതിയിൽ ഇങ്ങനൊരു ത്വരിതാന്വേഷണത്തിൻ്റെ കഥ വിജിലൻസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 5 മുതൽ എന്ത് ചെയ്യുകയായിരുന്നു വിജിലൻസ്? വേണു, ഏറ്റവും ഒടുവിൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏറ്റവും ആദ്യം എന്ന് തിരുത്തണം ആണ് ഈ കേസ് പരിഗണിച്ചത്. അപ്പോൾ തന്നെ കോടതിയിൽ വന്ന് വിജിലൻസിൻ്റെ അഭിഭാഷകൻ ഞങ്ങൾക്ക് ഇത്തരത്തിൽ നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം പറയുന്നു. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്വിക്ക് വെരിഫിക്കേഷനിലേക്ക് പോകണമെന്നും രേഖകൾ മുൻപേ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ലോകായുക്തയിലാണെന്നും അത് കൈപ്പറ്റുന്നതിനെല്ലാം സ്വാഭാവികമായ കാലതാമസമുണ്ടായി എന്നും അങ്ങോട്ടറിയിക്കുന്നു. വേറൊരാളുടെയും ഇൻ്റർവെൻഷനല്ല.
ഗവൺമെൻറ് ഇതിനകത്ത് എന്തോ മറച്ചു വയ്ക്കാനുണ്ട്, കള്ളക്കളി, കൂട്ടുകളി എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അതിന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, അദ്ദേഹം മറുപടി പറയട്ടെ, എന്തിനായിരുന്നു AGക്ക് ഇതിൽ നിയമോപദേശം തേടേണ്ടി വന്ന കാര്യം? അത് സപ്രസ് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഇക്കാര്യം ചോദിക്കണ്ടായിരുന്നല്ലോ, അവിടെ കിടന്നാൽ മതിയല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ജോയി കേദാരം സുപ്രീം കോടതിയിൽ പോയപ്പോൾ എതിരായി കിട്ടിയ ഒരു വിധിയുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം വിധിയുണ്ട്. ആ വിധി അനുസരിച്ച് സുപ്രീം കോടതിയുടെ അവസാനത്തെ വെർഡിക്റ്റ് പ്രകാരം ഇതിപ്പോൾ പ്രസ് ചെയ്യേണ്ടതില്ല എന്നാണ്, ലോകായുക്തയിലെ കേസ് കഴിയട്ടെ എന്നാണ്. അപ്പോൾ അതല്ല എന്നും ഇതൊരു പുതിയ കേസാണെന്നും പറയട്ടെ എൻ്റെ അറിവിൽ തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം, ഈ പുതിയ കേസാണെന്നും ആ കേസുമായി ബന്ധപ്പെട്ട് തുടരുന്നതിൽ തടസ്സമുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് AGക്ക് കൊടുക്കേണ്ടത് തന്നെ കാരണം ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ട്, AGയിൽ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൻ്റെ കാര്യവും മറ്റും ഞങ്ങളുടെ തന്നെ അഭിഭാഷകനാണ് ചെന്ന് പറഞ്ഞത്. ആര്? വിജിലൻസിൻ്റെ തന്നെ അഭിഭാഷകനാണ് ചെന്ന് പറഞ്ഞത്. വിജിലൻസിന് പൂഴ്ത്തി വെക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ഒരു ഭാഗം? അല്ല, അതിലെ പ്രശ്നം റഹീം, അങ്ങീ പറയുന്ന കാര്യങ്ങളിലെ ആദ്യത്തെ ഘട്ടം സദുദ്ദേശപരം തന്നെയാണ്. എന്ന് വെച്ചാൽ 28/6/2016 നിങ്ങളുടെ ഗവൺമെന്റ് വന്ന് തൊട്ടടുത്ത മാസം, അതെ, ആദ്യമായി കേസ് കേൾക്കുന്നത്. അന്ന് മുതൽ ഈ പറയുന്ന നിയമോപദേശം തേടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. 5-ാം തീയതി ഓഗസ്റ്റിൽ ഈ റിപ്പോർട്ടും കിട്ടുന്നു. ആ സദുദ്ദേശം പ്രവൃത്തി പഥത്തിലെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു സത്യസന്ധത ഉറപ്പുവരുത്തപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായില്ല. അതെ, പ്രവൃത്തി പഥത്തിലെത്താൻ ഈ കേസിൽ മാത്രമല്ല, ഇപ്പോൾ വിജിലൻസ് നേരിടുന്ന നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ഒരുപാട് തവണ ഞാനും അല്ലാതെയുമൊക്കെ ചർച്ച ചെയ്ത കാര്യം എന്താ, വിജിലൻസിൻ്റെ കേസുകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെഷീനറി, അതിനുള്ള അപര്യാപ്തത, ഈ പ്രശ്നങ്ങളുണ്ടെന്നേ. ആ പ്രശ്നങ്ങൾക്ക് പുറമെയാണ്, അതുകൊണ്ടുള്ള ലാഗിങ് ഉണ്ട്, അതിന് പുറമെയാണ് ലോകായുക്തയിൽ കെട്ടിക്കിടക്കുന്ന കേസിൻ്റെ രേഖകൾ സമ്പാദിക്കാനുള്ള കാലതാമസവും. അങ്ങ് ചോദിച്ചത് പ്രവൃത്തി പദത്തിലെത്താത്തതാണ് പ്രശ്നമെങ്കിൽ പ്രവൃത്തി പദത്തിലെത്താത്തതിൻ്റെ കാരണം ഇതാണ്. ഞാൻ വേറൊന്നും കൂടി കൂട്ടിച്ചേർക്കുന്നു. ഈ കേസിൽ ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ ഉമ്മൻചാണ്ടിയുടെ കണ്ണിലക്കരടായി മാറിയ കേസ് ഇതാണ്, അദ്ദേഹത്തെ നാട് കടത്തിയ കേസ് ഇതാണ്. ഞാൻ ചോദിക്കുന്നു, ആ കേസിൽ ജേക്കബ് തോമസിന് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയാണെന്ന് തോന്നുന്നു. ഒന്ന്. രണ്ട്, സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് മറച്ചു വയ്ക്കാനുള്ളത്? അങ്ങനെയാണെങ്കിൽ നിയമോപദേശം തേടേണ്ട കാര്യമുണ്ടോ? അവിടെ AGയുടെ ഓഫീസ് എന്തെല്ലാം അങ്ങനെയെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ചെയ്യാൻ എവിടെയെല്ലാം സാധ്യതകളുണ്ട്? AG അല്ലേ കൊടുത്തത്? AG സർക്കാരിൻ്റെ കൂടി അഭിഭാഷകനല്ലേ? ശ്രീ പത്മകുമാർ പറയൂ, സർക്കാരിനതിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അവിടെയും മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ. അതിന് സാധ്യതയുണ്ട്. ജോയ് കൈതാരത്തിന്റെ കേസ് സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട്. സുപ്രീം കോടതി തള്ളി. ഞാൻ പറഞ്ഞു അല്ലെ, ഹൈക്കോടതി വെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചോ? നിലവിൽ ഇതിൻ്റെ അകത്തെ കോംപ്ലിക്കേഷൻ പറഞ്ഞ് മാറ്റിവെക്കാൻ ഒരുപാട് സാധ്യതകൾ. 5-ാം തീയതി AG റിപ്പോർട്ട് കൊടുക്കുന്നു. നിങ്ങൾ ആ ഓർഡർ, ഞാനൊരു വാട്സപ്പ് ഇത് കണ്ടതാണ്. 8-ാം തീയതി അർജന്റ് എന്ന് പറഞ്ഞ് അത് ഒപ്പിട്ട് എടുക്കുന്നു. അതിൽ ഇൻഷ്യൽ ചെയ്തിട്ടുണ്ട് അർജന്റ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ചെന്നിട്ട് പറയുകയാണ്, വിജിലൻസ് കോടതി പറയാണ് ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്നു എന്ന് പറയേണ്ട കാര്യമെന്ത്? FIR കോടതി ചോദിച്ച സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല? FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മെറ്റീരിയൽസ് വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇദ്ദേഹം തന്നെ അന്വേഷണം നടത്തി, ലോകായുക്തയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു, അന്വേഷണം നടത്തി വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ക്വിക്ക് വെരിഫിക്കേഷൻ പറയുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇത്രയും ബാലിശമായി അങ്ങ് പറയരുത്. ജേക്കബ് തോമസ് അന്വേഷിച്ച കേസ്, ഈ കേസും ഓരോ കേസും ജേക്കബ് തോമസ് ആണ് നേരിട്ട് അന്വേഷിക്കുന്നത്. അങ്ങോട്ട് ആരാ പറഞ്ഞത്? അങ്ങനെയുണ്ടോ? ഓഫീസർ ടീമല്ലേ? ജേക്കബ് തോമസ് ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടീമല്ലേ? അന്ന് അന്വേഷിച്ച ടീമായിരിക്കുമോ ഇന്ന് അന്വേഷിക്കുക? അവർ വിജിലൻസിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. ഞാൻ അതല്ല പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നത് ക്വിക്ക് വെരിഫിക്കേഷൻ പോകാനുള്ള മെറ്റീരിയൽ ഉണ്ട്. ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് JR, ശരി, നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാലതാമസം 5-ാം തീയതി ഓഗസ്റ്റ് മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ ഉള്ളതാണല്ലോ. ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, 2014 മുതൽ ലോകായുക്ത ഇതിൻ്റെ മേൽ അടയിരിക്കുകയാണല്ലോ. എന്തേ ഈ ധാർമ്മിക രോഷം ഇല്ലാത്തത്? അല്ല, ധാർമ്മിക രോഷത്തിന്റെ പ്രശ്നമല്ല ഇത്. ഈ 2014 മുതൽ ലോകായുക്ത ഇത് പരിഗണിക്കുന്നു. ഈ ഓഗസ്റ്റ് 5 വരെ ഇതിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടോ എന്ന നിലയിൽ വിജിലൻസിൻ്റെ അന്വേഷണത്തിന് ഉള്ള അവസരം കിട്ടാതെ പോയതിൻ്റെ സാഹചര്യം ലോകായുക്ത ഉണ്ടാക്കുന്നു. ഒരു ഹൈക്കോടതി ഉത്തരവ് വരുന്നു, ഒരു സുപ്രീം കോടതി ഉത്തരവ് വരുന്നു.
ഇതിനെ പിൻപറ്റിക്കൊണ്ട് ഈ പറയുന്ന വിജിലൻസ് അന്വേഷണം എന്ന VS-ന്റെ ആവശ്യത്തെ പല കുറി വിജിലൻസിന്റെ അഭിഭാഷകൻ തന്നെ ഒരു ഘട്ടത്തിൽ വിജിലൻസ് കോടതിയിൽ എതിർവാദം ഉന്നയിക്കുന്നു. അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഈ ധാർമ്മിക രോഷം എന്തേ ഈ 3 മാസത്തിന്റെ വൈകലിൽ ഉണ്ടാകുന്നത്? ഇത് ധാർമ്മിക രോക്ഷത്തിന്റെ അല്ല വേണു. ഇത് സംബന്ധിച്ച് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും വലിയ ബ്യൂറോക്രാറ്റ്സും പ്രതികളായി പ്രതിസ്ഥാനത്ത് വരുന്ന ഈ അഴിമതി കേസ്, പ്രത്യേകിച്ചും പൊതുമുതൽ കൊള്ളയടിക്കുന്ന കട്ടുന്ന അഴിമതി കേസുകൾ, ഇത് ഏത് ഗവൺമെന്റ് വന്നാലും ഇത്തരത്തിൽ മൂടി വെക്കുന്നു. ഇത് ഒരു കേസല്ല, നിങ്ങൾ കുറേ കേസുകൾ. എന്റെ സംശയം സാർ, വക്കം ശശീന്ദ്രൻ എന്ന അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ തന്നെ ശരിയല്ല എന്ന് വിജിലൻസ് കോടതിയിൽ വാദിച്ച മഹാനാണ്. ആ ഘട്ടമാണോ വിജിലൻസ് ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഒരു ഘട്ടം? അല്ല, അതേ തന്നെയാണ് ഇതിൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ടൈറ്റാനിയം കേസ്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം VS-ന്റെ അഭിഭാഷകനാണ്. ജോയ് കൈതാരവും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, ഈ VS വിജിലൻസിനെ സമീപിച്ച ഘട്ടത്തിൽ വിജിലൻസ് പറഞ്ഞത് ഈ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഈ രൂപത്തിൽ, ലോകായുക്തയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പരാതി പരിഗണിക്കാൻ കഴിയില്ല എന്നായിരുന്നില്ലേ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ? അതിനുശേഷം അങ്ങനെ ഒരു നിയമപ്രശ്നം വിജിലൻസ് ചൂണ്ടിക്കാട്ടിയിട്ട് എന്തുകൊണ്ടാണ് വിജിലൻസ് കോടതിയെ ഡിസംബർ 1, 2015 എന്നാണ് ഓർമ്മ, നേരിട്ട് തന്നെ വന്ന് സമീപിച്ചത്? ഇങ്ങനൊരു നിയമക്കുരുക്കുണ്ടെങ്കിൽ, അതായത് ഇതൊരു നിയമക്കുരുക്ക എന്ന വിജിലൻസിന്റെ ഒരു അഭിപ്രായം മാത്രമായിരുന്നു. കാരണം വേറൊരു ഏജൻസി കേസ് അന്വേഷിക്കുന്നു എന്നത് ഒരു തടസ്സമല്ല വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. CRPC അനുസരിച്ച് ഒരു കേസ് അന്വേഷിക്കുന്നത് വ്യക്തമായ തെളിവുകൾ തുടക്കം മുതലേ കിട്ടണമെന്നില്ല. ഒരു സാധ്യത അതുമാത്രം മതി. അതിന്റെ അടിസ്ഥാനത്തിൽ FIR അന്വേഷിക്കാം. ഇപ്പോ ഇതില് പ്രാഥമികമായിട്ടുള്ള പ്രശ്നം, ഇതേ വിഷയത്തിൽ വേറൊരു ഏജൻസി ലോകായുക്തയുടെ അന്വേഷണം പാരലലായിട്ട് നടക്കുന്നത് കൊണ്ട് ഇവിടെ അന്വേഷണം സാധ്യമല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് തുടക്കത്തിൽ വിജിലൻസ് സ്വീകരിച്ചത്. അത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷന്റെ കാരണം എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല എന്നും വ്യക്തമായ നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോ ക്വിക്ക് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് AG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് QE തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, എന്തിന്റെ അടിസ്ഥാനത്തിൽ QE തുടങ്ങിയിരിക്കുന്നുവെന്ന്? AG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അതെ, ഇവിടെ ഒരു സംശയം, ഈ AG-യുടെ ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ട് എന്ന് അങ്ങടക്കമുള്ള അഭിഭാഷകർക്കൊക്കെ അറിയാം. ഇതൊരു പുതിയ കാര്യമല്ല. ഒരു നിമിഷം സാർ, ഓഗസ്റ്റ് 5-ന് ഈ നിയമോപദേശം വരുന്നു. ഈ നിയമോപദേശം വന്നതിന് ശേഷവും ഒരു അരമന രഹസ്യമായി അങ്ങനെ ഇരിക്കുകയായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വിവരാവകാശ പ്രവർത്തകൻ വിജിലൻസ് ഡയറക്ടറേറ്റിനെ സമീപിക്കില്ലല്ലോ, വിജിലൻസ് ഡയറക്ടറേറ്റ് അതിന് കൃത്യമായ മറുപടി നൽകില്ലല്ലോ. അപ്പൊ പറഞ്ഞോളൂ, അതിനുശേഷമാണ് അതിനുശേഷമാണ്, അതായത് ഈ വിവരാവകാശ പ്രവർത്തകൻ ഈ രേഖ സമാഹരിച്ചതിന് ശേഷമാണ് വിജിലൻസ് കോടതിയിൽ ഈ QE-യുടെ കാര്യം ഇപ്പോൾ പറയുന്നത്. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ?